ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റർഡ്. സുഖമല്ലായിരിക്കും. ഞാൻ വന്നിരിക്കുന്നത് വാക്സിനെ കുറിച്ച് പറയാനാണ്. വാക്സ് നമ്മളെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ചെയ്യുന്നതാണല്ലേ. അൺഡ്രാംസ് ആയാലും അതുപോലെ കൈ കാല് പിന്നെ ബോഡി മൊത്തം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലേ വാക്സ്. അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വാക്സ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പൗഡർ ഇടണം അല്ലേ. നമ്മൾ എല്ലാവർക്കും ചെയ്യുന്നതാണെങ്കിൽ എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. പൗഡർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ രണ്ട് വിധത്തിലുള്ള ഉണ്ട്. ഹോട്ട് വാക്സും ഉണ്ട്, അതുപോലെ കൂൾ വാക്സും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഹോട്ട് വാക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ചൂടാക്കിയത് ഹോട്ട് വാക്സ് നമ്മളെ ശരീരത്തിന് ചൂട് പറ്റുന്നത്ര ചൂട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അധികം ഇതാക്കുന്നത് ചൂടോടെ ഒന്ന് വാരിത്തേക്കറ് കേട്ടോ. കുറച്ച് നമ്മളെ കത്തീനെ കൊണ്ട് എടുത്തിട്ട് നമ്മൾ രോമം വളരുന്ന അതേ ദിശയിൽ നമ്മൾ വാക്സ് പുരട്ടുക അല്ല, അങ്ങനെയല്ല ചെയ്യാം. അങ്ങനെ ചെയ്യണത് പുരട്ടുക. എന്നിട്ട് നമ്മളെ ഇതുണ്ടല്ലോ പേപ്പർ, വാക്സിന്റെ പേപ്പർ ഉണ്ടോ, ആ പേപ്പർ നമ്മളിങ്ങനെ പുരട്ടിയതിന്റെ മുകളിലോട്ട് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ എതിർ ദിശയിലേക്ക്, രോമം വളരുന്ന എതിർ ദിശയിലേക്കാണ് നമ്മൾ അത് വലിച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നാലന്ന് നമ്മളെ രോമം അതിലേക്ക് എന്താ പറയണ്ട റിമൂവ് ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയുന്നതാണ്. വാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഐസ് വാട്ടറിനെ കൊണ്ടൊന്ന് മസാജ് ചെയ്യുക. ഐസ് ക്യൂബ്സ് എന്തെങ്കിലും വെച്ചിട്ട്, ഒരു തുണിയിൽ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു ക്രീമും തേക്കണം കേട്ടോ. നമ്മൾ ചെയ്ത ഭാഗം പിന്നെ ഒന്നിക്ക് മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ നമ്മളെ അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ചാൽ മതി കേട്ടോ. നമുക്ക് ഈ വാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എങ്ങനെയാണ്? നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഈ വാക്സ് തയ്യാറാക്കി നമുക്ക് തന്നെ സ്വയം തന്നെ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ചെയ്ത് നോക്കണേ. 3 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് എന്താണ് വേണ്ടത്? ലെമൺ ജ്യൂസ്. 3 കപ്പ് പഞ്ചസാരയും 1 കപ്പ് ലെമൺ ജ്യൂസും ആണ് മസ്റ്റായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ 2-3 തുള്ളി ഗ്ലിസറിൻ. ഇത് 3 നമുക്ക് ഈ വാക്സ് തയ്യാറാക്കാൻ വേണ്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എന്താക്കുക, ഈ പഞ്ചസാര 3 കപ്പ് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ചെറുതായിട്ട് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഈ ലെമൺ ജ്യൂസും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, ഇത് പാകമായോ എന്നറിയാം അല്ലേ. അപ്പോൾ ഈ ബ്രൗൺ നിറം ആകുന്നതിലിടക്ക് ആയിക്കഴിഞ്ഞാൽ കുറച്ച് എടുത്തിട്ട്, ഒരു സ്പൂണൊന്നും എടുക്കേണ്ട, ഒരു തുള്ളി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുക. അപ്പോൾ അത് പരന്ന് കിടക്കുന്നതാണെങ്കിൽ വാക്സ് പാകമായി എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, 2-3 തുള്ളി ഗ്ലിസറിനും കൂടി അതിൻ്റെ അകത്ത് ചേർത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ചൂടാക്കിയിട്ട് നമ്മളെ വാക്സ് ചെയ്യാം. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ചൂടാക്കി എല്ലാവരും പാർലറിലും പോയി ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം അല്ലേ. എങ്ങനെയാണ് അവർ ചെയ്യുന്നത് നമുക്ക് അറിയണ്ടാവുമല്ലോ. അതുപോലെ ചൂടാക്കി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യാനേ ഉള്ളൂ. പഞ്ചസാരയും ലെമൺ ജ്യൂസും പിന്നെ ഗ്ലിസറിനും, ഇത് 3 വേണ്ടു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. ബൈ.